ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സ്നാക്ക് ഐറ്റമാണ് തയ്യാറാക്കുന്നത്, മീറ്റ് റോൾ. ബേക്കറിയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ സ്വാദോടു കൂടി വീട്ടിൽ എങ്ങനെയാണ് നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു മീറ്റ് റോൾ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മീറ്റ് റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വേവിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. സവാള കൊത്തിയരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. പൊടികൾ: മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ടൊമാറ്റോ സോസ്, ബ്രെഡ് ക്രംസ്. ശേഷം നമുക്ക് മൈദയുടെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി മൈദയിലേക്ക് ഉപ്പ്, പഞ്ചസാര, ഈസ്റ്റ്, ആവശ്യത്തിന് വെള്ളവും എണ്ണയും ചേർത്ത് നന്നായി കുഴച്ച് അരമണിക്കൂർ മാറ്റിവെക്കാം. മൈദയുടെയും അതിൽ ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൃത്യമായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഫില്ലിങ്ങിന് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അതിനായി അടുപ്പിൽ ഒരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ എണ്ണയൊഴിക്കാം. ലേശ എണ്ണ ഒഴിച്ചാൽ മതി, അതിൽ കൂടി പോകരുത്. അതിലേക്ക് തക്കാളി ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും ഒപ്പം ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി ഇളക്കി ഡ്രൈ റോസ്റ്റാക്കി എടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുളകളാക്കി നല്ലതുപോലെ പരത്തി ഫില്ലിംഗ് അതിൽ ചേർത്ത് റോൾ ചെയ്തെടുക്കാം. ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നോക്കി ചെയ്യും. റോൾ ചെയ്തെടുക്കുമ്പോൾ അരിക് ഒന്ന് സീലായി കിട്ടാൻ അല്പം വെള്ളം ചേർത്ത് പുരട്ടുക. അതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറക്കുമ്പോൾ അത് തുറന്നു വരും. ഇങ്ങനെ എല്ലാം റോളാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കും. അതിനായി ഞാനിവിടെ കോൺഫ്ലവറിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇച്ചകലം നീട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ റോൾസും മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ മീറ്റ് റോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി മീറ്റ് റോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സ്വാദോടെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന ഈ മീറ്റ് റോളിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.